ഹലോ. ഇനി തേർഡ് ഇക്കായി സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുവരെയുള്ള ഇക്കായിൽ കളേഴ്സിനെ പറ്റിയായിരുന്നു. ഇനി ഇക്കായി 3 ഹരി ബരി ധർത്തി. ഹരി ബരി ധർത്തി എന്ന് പറഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞ ഭൂമി, നല്ല ഗ്രീനറിയൊക്കെ നിറഞ്ഞിട്ടുള്ള ഭൂമിയെ പറ്റിയുള്ള ചാപ്റ്റേഴ്സാണ് ഇനി വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സ്. ഇതിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ 13 താലാബ്. താലാബ് എന്ന് പറഞ്ഞാൽ പോണ്ട്, കുളം. കുളത്തിനാണ് താലാബ് എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു സ്റ്റോറിയാണ്. നമുക്ക് സ്റ്റോറി വായിച്ചു നോക്കിയാലോ. ഇസ് താലാബ് കാ നാം ഛോട്ടാ താലാബ് ഹേ. ഈ സ്റ്റോറിയിൽ ഒരു താലാബിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ ഒരു താലാബിൻ്റെ പേരാണ് ഛോട്ടാ താലാബ്. यहाँ तुम्हें कई लोग देखेंगे. केंजुए, सांप, केकड़े, मेंढक, कनकजुरे, 2 कछुए और उनके साथ बच्चे. എന്തൊക്കെയാ അപ്പോൾ ചോട്ടാ താലാബിലുള്ളത്? ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും. അതായത് കേച്ചുവേ, കേച്ചുവേ എന്ന് പറഞ്ഞാൽ എർത്ത് വോംസ്. സാമ്പ്, സാമ്പ് എന്ന് പറഞ്ഞാൽ സ്നേക്ക്. കേക്കട്ടെ, കേക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞണ്ട്, ക്രാബ്. മേണ്ടക്, തവള. കനക്ജുരേ, സെൻറ്റിപീഡ്. 2 കച്ചുവേ, ആമകൾ. ഓർ ഉൻകെ സാത്ത് ബച്ചേ, അവരുടെയൊക്കെ കൂടെ കുട്ടികളെയും കാണാൻ പറ്റും. മച്ലിയാം പതാ നഹീ കിത്നി ഹോഗി. ഇതിൻ്റെയൊക്കെ പുറമെ മച്ലിയാം, മീനുകൾ, ഫിഷസ്. എത്ര മീനുകളുണ്ട് ഈ താലാബിൽ നിന്ന്, ഒരു കണക്കുമില്ല. മച്ചർ ജേസെ കൈ ഉഡാക്കു തുമ്മേ വഹാം മിലേങ്കെ. ഇനി ഇങ്ങനത്തെ ജീവികൾ മാത്രമല്ല, പറന്ന് നടക്കുന്ന പല ജീവികളും. അതായത് മച്ചർ, മച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? മസ്കിറ്റോസ്. അതുകൂടാതെ തിത്തലിയാം, ബട്ടർഫ്ലൈസ്, ഗിൽഹരിയാം. ഗിൽഹരിയാം എന്ന് പറഞ്ഞാൽ അണ്ണാരക്കണ്ണന്മാർ. പിന്നെ ചീന്തിയാം, ഉറുമ്പുകൾ. കബി കബി ചിപ്കലിയാം ഓർ ഗിർഗിറ്റ് ബി ഇത് ചലയാത്തെ ഹേ. അപ്പം ചില സമയങ്ങളിലൊക്കെ ചിപ്കലിയാം. ചിപ്കലിയാം എന്ന് പറഞ്ഞാൽ ലിസാർഡ്സ് ആണ്, പല്ലികൾ. ഓർ ഗിർഗിറ്റ് ബി ഇതർ ചലയാത്തെ ഹേ. ഗിർഗിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാമിലിയോൺസ്. ഈ ഒരു ചെറിയ താലാബിൻ്റെ ചുറ്റും എത്ര ജീവികളാണല്ലേ. താലാബ് കെ കിനാരെ എക് പേഡ് ഹേ. താലാബിൻ്റെ കരയിൽ ഒരു മരമുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ താലാബ്. ഈ താലാബിൻ്റെ കരയിൽ ഒരു മരമുണ്ട്. ഇസ് പർ മക്കടിയോം കെ ജാൽ ഹേ. അതിൻ്റെ മുകളിൽ മക്കടിയോം കെ ജാൽ ഹേ. സ്പൈഡറിൻ്റെ വെബുമുണ്ട്. കണ്ടോ, ഇവിടെ സ്പൈഡർ വെബും ഉണ്ട്. ഓർ ചിടിയാം, ഉൻകാ തോ പൂച്ചോ ഹി മത്. അതുകൂടാതെ ആ മരത്തിൽ വേറെന്തൊക്കെയാണുള്ളത്? പക്ഷികൾ. അതിനെപ്പറ്റിയൊന്നും പൂച്ചോ ഹി മത്, ചോദിക്കേ വേണ്ട, അത്ര അധികം കിളികളുണ്ട്. കൗവേ, മൈന, തോത്തെ, കിങ് ഫിഷർ, ഫാക്ത, അങ്ങനെ പലതരം കിളികൾ. കൗവേ എന്ന് പറഞ്ഞാൽ ക്രോ, മൈന, മൈന. തോത്തെ, പാരറ്റ്. കിങ് ഫിഷർ. ഫാക്ത എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് പ്രാവുകളാണ്. ആജ്കൽ സർദിയോം കെ ദിൻ ഹേ. ഇപ്പോൾ ഏത് കാലമാണ്? ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം സർദിയോം കെ ദിൻ ഹേ, തണുപ്പ് കാലമാണ്. സർദി എന്ന് പറഞ്ഞാൽ കോൾഡ് ക്ലൈമറ്റ് ആണ്, അതായത് വിൻ്റർ മന്ത്സ്. മേ റോസ് ഇസ് താലാബ് കോ ദേഖ്നെ ആത്തി ഹോ. ഈ കഥ എഴുതിയ ആൾ എന്താ പറയുന്നത്? ഈ സമയത്ത് ഞാൻ എല്ലാ ദിവസവും താലാബ് കോ ദേഖ്നെ ആത്തി ഹൂം, താലാബ് കാണാൻ വേണ്ടി പോകാറുണ്ട്. യഹാം ഇൻ ദിനോ സാരസ് ആയേ ഹുയേ ഹേ. ബാക്കി നേരത്തെ പറഞ്ഞ ജീവികളൊക്കെ അവിടെ സ്ഥിരമായിട്ടുള്ള ജീവികളാണല്ലേ. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് താലാബ് വിസിറ്റ് ചെയ്യാൻ വരുന്ന കുറച്ച് ജീവികളുമുണ്ട്. ഏതൊക്കെയാ?
യഹാം ഇൻ ദിനോ സാരസ്, സാരസ് എന്ന് പറഞ്ഞാൽ ക്രെയിൻസ്, കൊക്കുകൾ. ഇവിടെ കണ്ടോ, ഇതാണ് സാരസ്. छोटे तालाब पर खूब ചഹൽ പഹൽ ഹേ. ഇവിടെ ഇത്രയധികം ജീവികളുള്ളതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല ആക്റ്റീവായിട്ടിരിക്കും. എപ്പോഴും ബഹളവും ഭയങ്കര ശബ്ദവും നല്ല ഓളവും ഉണ്ടായിരിക്കും. ദോടെ ദിനോം ബാദ് സാരസ് ചലെ ജായെങ്കെ. നേരത്തെ പറഞ്ഞ പോലെ സാരസ് അവിടെ എല്ലാ കാലത്തും ഉള്ള പക്ഷിയല്ല, ഇടയ്ക്ക് തണുപ്പ് കാലത്ത് മാത്രമാണ് ഇങ്ങോട്ട് വരാറ്. ദോടെ ദിനോം ബാദ്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ സാരസ് ചലെ ജായെങ്കെ, സാരസ് പറന്നു പോവും. തബ് താലാബ് കോ ഇൻ സബ്കി കിത്നി യാദ് ആയെങ്കി. സാരസുകൾ ഇവിടുന്ന് പറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം കഴിയുമ്പം താലാബിന് ഇതിനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അല്ലേ, ഈ കൊക്കുകളെ. ഈ കഥ എഴുതിയിരിക്കുന്നത് ശശി സബ്ലോഗ് എന്ന ആളാണ്. ഇതേപോലെ ഭംഗിയുള്ള തോടിൻ്റെ കരയിലോ പുഴയുടെ കരയിലോ ഒക്കെ നിങ്ങൾ ഇതേപോലെ ജീവികളെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങളതൊക്കെ കാണാൻ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. ക്യാ ആപ് ജാൻതേ ഹേ ഫാക്ത. നമ്മൾ ചാപ്റ്ററിൽ ഫാക്ത എന്ന് പറഞ്ഞൊരു പക്ഷിയെ പറ്റി പറഞ്ഞു അല്ലേ. ഫാക്ത പക്ഷി ദിഖ്നെ മേ കബൂത്തർ ജൈസെ ഹോത്താ ഹേ. അത് പ്രാവുകളല്ല, പക്ഷെ പ്രാവുകളെ പോലെയുള്ള ഒരു പക്ഷിയാണ് ഫാക്ത എന്ന പക്ഷി. ഇസെ ഇംഗ്ലീഷ് മേ സ്പോട്ടഡ് ഡവ് കേത്തെ ഹേ. ഇതിന് ഇംഗ്ലീഷിൽ സ്പോട്ടഡ് ഡവ് എന്നാണ് പറയുന്നത്. ചിത്ര ദേക്കർ ബതായിയേ കി ഇസെ സ്പോട്ടഡ് ഡവ് ക്യൂ കേത്തെ ഹേ. എന്തുകൊണ്ടായിരിക്കും? ഇതിൻ്റെ മുകളിലൊക്കെ കുറേ കുത്തുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലേ. ഫാക്ത. കിങ്ഫിഷർ കി ചോഞ്ച് ലംബി ഹോത്തി ഹേ. കിങ്ഫിഷർ, ഇതാണ് കിങ്ഫിഷർ ബേർഡ്. ഇതിൻ്റെ കൊക്ക് കണ്ടോ, ഈ കൊക്ക് ലംബി ഹോത്തി ഹേ, ഭയങ്കര വലുതാണ്. കിങ്ഫിഷർ മച്ലിയാം ഖാന പസന്ദ് കർത്തെ ഹേ. അപ്പം കിങ്ഫിഷറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? മച്ലിയാം, മീനുകൾ. കിങ്ഫിഷറിന് മീനുകൾ ഭയങ്കര ഇഷ്ടമാണ്. ബാത്ചീത് കേലിയേ. ഈ തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഞാൻ മുന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇത് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ്സിൽ എഴുതി തരുന്ന കൃത്യമായിട്ടുള്ള ലൈൻസ് അതുപോലെ പഠിക്കുക. കുറേ ഡിഫറെൻറ്റ് ആൻസേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ടാണ്. എന്നാൽ നമുക്കതിൻ്റെ അർത്ഥം ഇവിടെ നോക്കാം. ഇസ് താലാബ് കോ ഛോട്ടാ താലാബ് ക്യോ കർത്തെ ഹോങ്കെ. ഈ ഒരു തടാകത്തിനെ ചോട്ടാ തലാബ്, ചെറിയ തടാകം എന്ന് എന്തുകൊണ്ടായിരിക്കും വിളിക്കുന്നുണ്ടാവുക? ഈ തലാബ് വളരെ ചെറുതായതുകൊണ്ടായിരിക്കും അല്ലേ. നിങ്ങൾ പുഴ കണ്ടിട്ടുണ്ടോ? കടൽ കണ്ടിട്ടുണ്ടോ? അതൊക്കെ വളരെ വലുതല്ലേ. അപ്പോൾ അതിനെയൊക്കെ സംബന്ധിച്ച് ഈ ഒരു തടാകം വളരെ ചെറുതായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇതിനെ ചോട്ടാ താലാബ് എന്ന് വിളിക്കുന്നത്. ഇസ് താലാബ് മേ കോൺ കോൺ സേ ജീവ് ഹേ. ഈ ഒരു താലാബിൽ ഏതൊക്കെ ജീവികളാണുള്ളത്? നമ്മളെ മുകളിലത്തെ ചാപ്റ്ററിൽ മുഴുവനായിട്ടും ജീവികളുടെ പേര് മാത്രമേ ഉള്ളൂ അല്ലേ. നിങ്ങൾ പോയി വായിച്ചു നോക്കുക. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ സൈഡിലൊന്ന് ലിസ്റ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കേഞ്ചുവേ, എർത്ത്വോം, സാം, സ്നേക്സ്, കേക്കട്ടെ, ക്രാബ്സ്, മെയിൻഡക്, ഫ്രോഗ്സ്. അങ്ങനെ ഇതൊന്ന് പോസ് ചെയ്തിട്ട് എല്ലാം ഒരു പ്രാവശ്യം വായിച്ചു നോക്കുക. അടുത്തത്, താലാബ് കെ പാസ് ഇത്നെ സാരെ ജീവ് ക്യോ രഹത്തെ ഹോങ്കെ. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു തടാകത്തിൻ്റെ അടുത്ത് ഇത്രയധികം ജീവികൾ താമസിക്കുന്നുണ്ടാവുക? അവർക്ക് ജീവിക്കാൻ ഏറ്റവും നല്ലൊരു അന്തരീക്ഷമായിരിക്കും അതിൻ്റെ ചുറ്റുമല്ലേ. എല്ലാവർക്കും കുടിക്കാൻ വെള്ളമുണ്ട്, നല്ല തണുപ്പുണ്ട്, പിന്നെ അവിടെ ഒരു മരമുണ്ട്, പിന്നെ മനുഷ്യന്മാരുടെ അധികം ശല്യവും ഉണ്ടാവില്ല. താലാബ് കോ കിൻകി യാദ് ആയെങ്കി ഓർ ക്യോ. തടാകത്തിന് കുറച്ച് കഴിയുമ്പോൾ ആരുടെ ഓർമ്മ വരും എന്നാ പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?
സാരസ് അല്ലെങ്കിൽ ക്രെയിൻസ് എല്ലാ കാലവും ഈ താലാബിൽ ഉണ്ടാവില്ല. അവർ തണുപ്പ് കാലത്ത് മാത്രം വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേറെ സ്ഥലത്തേക്ക് പറന്നു പോവും. അപ്പോൾ താലാബിന് സാരസിനെ മിസ് ചെയ്യും. എന്തുകൊണ്ടാണ് മിസ് ചെയ്യുന്നത്? അത് പറന്നു പോകുന്നത് കൊണ്ടാണല്ലേ. അതവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ ഓർമ്മ വരുന്നത്. कहानी के इस वाक्य में उड़ाकू का अर्थ क्या हो सकता है? മച്ചർ ജൈസെ കൈ ഉഡാക്കു തുമ്മേ വഹാം മിലേഗി. ഇങ്ങനെയൊരു സെൻറ്റൻസ് ഉണ്ടായിരുന്നില്ലേ ഈ ചാപ്റ്ററിൽ? അപ്പോൾ ഉഡാക്കു എന്ന് നമ്മൾ സാധാരണ ഫ്ലൈ ചെയ്യുന്ന പ്രാണികളെയാണ് ഉഡാക്കു എന്ന് വിളിക്കുന്നത്. പറന്നു പോകാൻ പറ്റുന്ന ഉഡാക്കു. नीचे दिए गए प्रश्नों के उत्तर अपनी कॉपी में लिखिए. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. सही या गलत पर घेरा लगाइए और कारण भी बताइए. ये सारस हमेशा उसी छोटे तालाब के पास रहेंगे. സാരസ് എല്ലാ കാലവും ആ താലാബിൻ്റെ അടുത്ത് തന്നെ ജീവിക്കും. ശരിയാണോ? അല്ല, തെറ്റാണ്. ഗലത്. സഹി എന്ന് പറഞ്ഞാൽ ശരി, ഗലത് എന്ന് പറഞ്ഞാൽ തെറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, അതുകൊണ്ട് ഗലത്. യഹ് കഹാനി ഗർമിയോ മേ ലിഖി ഗയി ഹേ. ഈ കഥ ചൂടുകാലത്താണോ എഴുതിയിരിക്കുന്നത്? അല്ല, സർദിയോ മേ ലിഖി ഗയി ഹേ. സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലം. അപ്പോൾ ഈ സെൻറ്റൻസും റോങ് ആണ്, ഗലത്. ആപ് താലാബ് കെ പാസ് ഹോത്തെ തോ ക്യാ കർത്തെ? ലിഖിയേ. ആ താലാബിൻ്റെ അടുത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. क्ष अक्षर की पहचान कीजिए और क्ष से बनने वाले शब्दों को पहचान करके दोबारा लिखिए. क्ष എന്ന അക്ഷരമാണ്. ഇങ്ങനെ എഴുതുക. ഒരു ലൈൻ, പിന്നെ അവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് ക്ഷ എന്ന് എഴുതുക. ആൻഡ് ലാസ്റ്റ് ലൈനും. ഇതാണ് ക്ഷ. ഇവിടെ തന്നിരിക്കുന്ന വാക്കുകൾ കണ്ടോ? പക്ഷി ക്ഷ, അക്ഷർ ക്ഷ, കക്ഷ ക്ഷ, ശിക്ഷ ക്ഷ. ഇതിലൊക്കെ ക്ഷ കണ്ടുപിടിച്ചു അല്ലേ? ഇനി ഈ വാക്കുകൾ ഇതാ നമ്മളിവിടെ എഴുതിയ പോലെ ഈ ഒരു ഡോട്ട്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് ആദ്യം എഴുതുക. പക്ഷി, പക്ഷി. അതിനുശേഷം ഇവിടെ ഖുദ് ലിഖിയേ. നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഡോട്ടിൻ്റെ സഹായം ഇല്ലാതെ ഇവിടെ എഴുതണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളിത് ഫില്ല് ചെയ്യില്ലേ? ചെയ്യണം. ഓക്കെ. पहेली. चिड़िया को उसके घोंसले तक पहुंचने में उसकी सहायता कीजिए. ഇവിടെ ഒരു പക്ഷിയുണ്ട്, ഇവിടെ ഒരു പക്ഷിക്കൂട്, ഘോസ്ല ഉണ്ട്. പക്ഷിയെ ഘോസ്ലയിലെത്താൻ ഹെൽപ്പ് ചെയ്യാമോ? ഇതിന് ആരുടെയും സഹായം വേണ്ട അല്ലേ? നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ നോക്കുകയേ ചെയ്യരുത്. വേഗം ആ ബുക്കിൽ സ്വന്തമായിട്ട് ചെയ്ത് പക്ഷിയെ പക്ഷിക്കൂട്ടിലെത്താൻ സഹായിക്കൂ. शब्दों का खेल. जीवों के नाम को उनके चित्र से रेखा खींचकर जोड़िए. ഇവിടെ ജീവികളുടെ പേര് കൊടുത്തിട്ടുണ്ട് മിഡിൽ. നിങ്ങൾ ഒരു ലൈൻ ജോയിൻ ചെയ്തിട്ട് ഈ സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്ന ജീവികളുമായിട്ട് അവരുടെ പേരുകളെ ജോയിൻ ചെയ്യുക. കേഞ്ചുവ, കേഞ്ചുവ എർത്ത്വോം, കേഞ്ചുവ. സാരസ്, സാരസ് ക്രെയിൻ, കൊക്ക്. സാംബ്, സാംബ് എന്ന് പറഞ്ഞാൽ സ്നേക്ക്. കച്ചുവ, കച്ചുവ എന്ന് പറഞ്ഞാൽ ആമ. മൈന, മൈന. കൗവ, കാക്ക. ഇവിടെ കൗവ. ഫാങ്ത, ഫാങ്ത. കിങ് ഫിഷർ, കിങ് ഫിഷർ എവിടെയാ? മേലുണ്ട്. കിങ് ഫിഷർ. മച്ചലി, മച്ചലി ഫിഷ്. ഇത് നിങ്ങളുടെ ബുക്കിൽ സ്വന്തമായിട്ട് ജോയിൻ ചെയ്യാം. ഈ വീഡിയോ നോക്കി അതിൻ്റെയൊക്കെ പേരുകൾ മനസ്സിലാക്കുക. എന്നിട്ട് ബുക്ക് തുറന്നിട്ട് സ്വന്തമായിട്ട് ഇത് ജോയിൻ ചെയ്യണം. ഓക്കെ.
क्या आपके घर के पास कोई तालाब, नदी, झरना आदि है? क्या वह साफ सुथरा और खुश है? उसे साफ सुथरा और खुश करने के लिए हम क्या कर सकते हैं? ഈ ചോദ്യം എന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തോ പരിസരത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നദി, കുളം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവയൊക്കെ നല്ല വൃത്തിയായിട്ടും തെളിഞ്ഞും നല്ല ക്ലീൻ ആയിട്ടുമാണോ ഇരിക്കുന്നത്? ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അതിനെയൊക്കെ വൃത്തിയാക്കാൻ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? പല സ്ഥലത്തും പ്ലാസ്റ്റിക് വേസ്റ്റും പിന്നെ മറ്റ് വേസ്റ്റുകളും ഒക്കെ നേരെ വെള്ളത്തിലേക്ക് വിട്ടിട്ട് നമ്മൾ വെള്ളം, നദിയും പുഴയും തോടും ഒക്കെ ചീത്തയാക്കും അല്ലേ? അതൊന്നും ഇല്ലാതെ ആ നദിയെ എന്നും ക്ലീനാക്കി വെക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നിങ്ങൾ ആലോചിച്ച് ഡിസ്കസ് ചെയ്യണം. ചിത്ര ഓർ ബാത്ചീത്. ഫൂലോം കി ദുനിയ. പൂക്കളുടെ ലോകം. ഇവിടെ കുറേ പൂക്കൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പൂവുണ്ടല്ലോ. ഇത് വൈറ്റ് കളർ പൂവാണോ അതോ കളർ കൊടുക്കാൻ മറന്നുപോയിരിക്കുകയാണോ? വൈറ്റ് കളർ പൂവാണല്ലേ. ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ചിത്രം കാണുമ്പോൾ തോന്നുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ അവരത് നിങ്ങളോടും സംസാരിക്കും. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബായ്.